വളാഞ്ചേരിയിൽ നിന്ന് കൊപ്പം പോണ റൂട്ടിലാണ് രായരനെല്ലൂർ മല എന്ന് പറയുന്ന ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഒന്നും കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നാറാണത്ത് ഭ്രാന്തൻ്റെ സ്റ്റാച്ചു ഉള്ളത്. നല്ലൊരു ട്രക്കിങ്ങിൻ്റെ സ്പോട്ടും കൂടെയാണ് ഇത്. ഗ്രീക്ക് മിത്തോളജിയിലെ സിസിഫസ് എന്നുള്ള ക്യാരക്ടറും നാറാണത്ത് ഭ്രാന്തനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. റോട്ടുമെന്ന് നമ്മൾ ഈ കോങ്കർ റോഡ് കയറിയാൽ പിന്നെ അതായത് റോഡ് നേരെ ഇവിടെ ഒരു 3 കൂടിയ സ്ഥലത്ത് വന്നിട്ട് ചേരും. അവിടെ ഓൾറെഡി മുകളിലേക്കുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. മലയുടെ താഴ്ഭാഗത്ത് ആളുകളും വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുളിക്കുന്ന വെള്ളമാണ് ഈ റോട്ട് നമുക്ക് തുറന്നു വിട്ടുകണം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും കുറച്ചൊക്കെ ഒരു സോഷ്യൽ അവയർനെസ് ആവാം. റോട്ടുമെന്ന് കൊങ്കർ റോഡ് കയറിയിട്ട് പിന്നെ ലെഫ്റ്റിക്ക് തിരിഞ്ഞാൽ വന്ന് കയറുന്ന വഴിയാണിത്. ഇത് നേരെ കോങ്കർ റോഡ് ഇത് അവിടെ അവസാനിക്കും. പിന്നെ ഫുള്ള് കാടാണ്. ഈ കാട്ടിൽ കൂടെ വേണം നമ്മൾ മേലേക്ക് പോകാൻ. രായരനെല്ലൂർ മല കയറാൻ 2 വഴിയാണുള്ളത്. ഒന്ന് ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ കാട്ടിൽ കൂടെയുള്ള വഴി, മറ്റേത് സ്റ്റെപ്പായിട്ടുള്ള വഴി. നമ്മൾ കയറുന്നത് കാട്ടിൽ കൂടെയാണ്, ഇറങ്ങുന്നത് സ്റ്റെപ്പായിട്ട്. അപ്പോൾ അങ്ങനെയാണ് പ്ലാനിങ്. ട്രാവലിംഗ് പാർട്ണർ നമ്മളെ കാശും ഒപ്പമുണ്ട്. ഇതാണ് കാടിക്കൂട്ടുള്ള വഴി. ശരിക്കും ഈ മല കയറിയതിന് ശേഷമാണ് ഞാൻ നാറാണത്ത് ഭ്രാന്തൻ്റെ സ്റ്റോറി തപ്പണത്. ജാതിയുടെ പേരിൽ 2025 ഈ കൊല്ലടക്കം നമ്മുടെ ചുറ്റുവട്ടത്ത് പല പ്രശ്നങ്ങളും നടക്കുമ്പോൾ ജനനവും ജാതിയും മാത്രം വെച്ചിട്ട് ആളുകളെ വാല്യൂ കണക്കാക്കിയിരുന്ന ആ കാലഘട്ടത്ത് അതിനെതിരെയുള്ളൊരു വോയിസ് എന്നൊക്കെ പറയാം ശരിക്കും നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ. വിക്രമാദിത്യ എംപററിൻ്റെ 9 വൈസ് മെൻ, അതായത് ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരായ ആളുകളിൽപ്പെട്ട ഒരാളാണ് വാരാരുചി അഥവാ നാറാണത്ത് ഭ്രാന്തൻ്റെ അച്ഛൻ. മൂപ്പര് കാസ്റ്റ് കൊണ്ട് ബ്രാഹ്മണനും കൂടിയാണ്, അതായത് ഏറ്റവും ടോപ്പ് ലെവൽ ഹൈ കാസ്റ്റിൽപ്പെട്ട ഒരാളാണെന്ന് അർത്ഥം. മൂപ്പരൊരിക്കൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിഡിൽ ഉണ്ടാക്കി. അതിന് പഞ്ചമി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ആൻസർ കണ്ടെത്തി. ശരിക്കും ഇതിൽ ഇംപ്രസ് ആയിട്ടാണ് വാരാരുചി പഞ്ചമിനെ കല്യാണം കഴിക്കുന്നത്. പറയാ കാസ്റ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പഞ്ചമി, അഥവാ ബ്രാഹ്മണനെ അപേക്ഷിച്ച് ലോവർ കാസ്റ്റ് ആണെന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് 12 മക്കളുണ്ടായി. അതിനെയാണ് പറയിപ്പറ്റ പന്തരക്കുളം എന്നുള്ള പേരിൽ പണ്ട് മലയാളം ക്ലാസ്സിൽ എവിടെയോ ആരോ പറഞ്ഞൊരു ഓർമ്മ എൻ്റെ മൈൻഡിലുണ്ട്. അങ്ങനെ ഓരോ കുട്ടി ജനിക്കുമ്പോഴും വാരാരുചി പഞ്ചമിനോട് ആ കുട്ടിക്ക് വായ ഉണ്ടോ എന്ന് ചോദിക്കും. 11 പേര് ജനിച്ചപ്പോഴും പഞ്ചമി വായ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ പറച്ചിലും വാരാരുചി ആ കുട്ടീനെ അവിടെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. വായ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പടച്ചോൻ ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ 12ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യന് പഞ്ചമിനോട് ചോദിക്കപ്പെട്ടു. പഞ്ചമി അതിന് വായ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. പഞ്ചമി ശരിക്കും ആ കുട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അതിനും കളയേണ്ടി വരുമല്ലോ വെച്ചിട്ട് പറഞ്ഞതാണ്, നോക്കാതെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാരാരുചി അതിനെ കീപ്പ് ചെയ്യാൻ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നോക്കുമ്പോൾ ശരിക്കും ആ കുട്ടിക്ക് വായ ഉണ്ടായിരുന്നില്ല. ആ കുട്ടീനെയാണ് വായില്ലാക്കുന്നില്ല അപ്പൻ എന്നുള്ള പേരിൽ നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വായില്ലാക്കുന്ന് ഭഗവതി ക്ഷേത്രമാണ് സ്ഥലം വരുന്നത്. ബാക്കി ഒഴിവാക്കിയ 11 കുട്ടികളെ ഓരോരോ ഗ്രൂപ്പ് ഓഫ് ആളുകളെ അല്ലെങ്കിൽ ഓരോരോ കാസ്റ്റിലുള്ള ആളുകളെ ഏറ്റെടുത്തിട്ടാണ് വളർത്തിയത്. അതിൽ നാറാണത്ത് ഭ്രാന്തന് കുറച്ച് ഡിവൈനായിട്ടുള്ളൊരു പേഴ്സണാണ് എന്നാണ് ആളുകൾ വിശ്വസിക്കപ്പെടുന്നത്. ഒരിക്കൽ ഒരു ശവം ദഹിപ്പിക്കുന്ന പറമ്പിൽ നാറാണത്ത് ഭ്രാന്തന് റെസ്റ്റ് എടുക്കുമ്പോൾ കാളിയും പരിവാരങ്ങളും കൂടെ നാറാണത്ത് ഭ്രാന്തനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശബ്ദങ്ങളുണ്ടാക്കും. ഈ ശബ്ദങ്ങൾക്കൊന്നും നാറാണത്ത് ഭ്രാന്തനെ പേടിപ്പിക്കാൻ കഴിയില്ല. ആളൊരു സാധാരണ വ്യക്തിത്വം എല്ലാന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആൾക്ക് വേണ്ടതെന്തോ അത് ചോദിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ആദ്യം ആയുസ്സെന്നൊരു ദിവസം കൂട്ടി ചോദിക്കും. അപ്പോൾ അത് പറ്റില്ല എന്ന് പറയും. പിന്നീട് ആയുസ്സെന്നൊരു ദിവസം കുറച്ചിട്ട് ചോദിക്കും. അപ്പോൾ അതിനും ആൾക്ക് കഴിവില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ വെറുതെ ഇടത് കാൽമത്തെ മന്ത് നേരെ വലത് കാൽമക്കാക്കാൻ വേണ്ടി പറയും. നാറാണത്ത് ഭ്രാന്തന് ദുർഗാദേവിയുടെ ദർശനം കിട്ടിയ ദിവസമാണ് മലകയറ്റ ദിവസമായിട്ട് ആചരിച്ചു പോരുന്നത്.
മലയാളത്തിലെ ആദ്യത്തെ മാസം തുലാമിലാണ് എല്ലാവരും മല കയറാറുള്ളത്. വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ ഗ്രീക്ക് മിത്തോളജിയിലെ സിസിഫസ് എന്നുള്ള ക്യാരക്ടറുമായിട്ട് നാരായണത്ത് ഭ്രാന്തന് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. സിസിഫസിന് ജീവിതകാലം മൊത്തത്തിൽ കിട്ടിയ ശിക്ഷയാണ് ഈ കല്ലുരുട്ടി മലമ കയറ്റൽ. നാരായണത്ത് ഭ്രാന്തൻ്റെ കേസിൽ ഈ സെയിം സംഭവം ഉണ്ടെങ്കിലും മൂപ്പരൊരു ഡിവൈൻ പേഴ്സണായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ഫൈനലി ഇതാണ് നമ്മളെ നാരായണത്ത് ഭ്രാന്തൻ്റെ സ്റ്റാച്ചു. ഇന്ന് കയറി വന്ന മലൻ്റെ മേളിൽ നിന്നാൽ കാണുന്ന കാഴ്ചകളാണത്. ഈ സ്റ്റാച്ചുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് രണ്ടാളുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. സമയം ഏകദേശം ഉച്ചയാണ്. ശരിക്കും രാവിലെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഇവിടെ കയറുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കൗട്ടാണ്. പിന്നെ വെയിലും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും. സ്റ്റാച്ചുവിൻ്റെ ശില്പിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റോട്ടത്തായിട്ട് നല്ല കമ്പി വേലിലൊരു ബൗണ്ടറി ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഒരു വിളക്കിൻ്റെ അടുത്ത് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ പാർട്സ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. അപ്പോൾ അത് സ്റ്റാച്ചുവിൻ്റെ നേരെ താഴത്ത് ഇപ്പോൾ ഒരു കാല് മാറി ഒരു സ്ട്രക്ചർ ഉണ്ട്. അന്ന് വന്നപ്പോൾ കയ്യും കാലും തല ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാളുകൾക്ക് കാലുവേദന കൈവേദന അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇങ്ങോട്ട് നേർച്ചയാക്കണമെന്നാണ് ആൾ പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ സ്റ്റാച്ചുവിൻ്റെ ബാക്കിലായിട്ട് ആ ഏരിയക്ക് ഒരു അമ്പലമുണ്ട്. വർഷത്തിലൊരിക്കൽ ഇവിടെ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. എന്തായാലും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ചേറൻ പാക്കറ്റ്, വെള്ളക്കുപ്പി സ്വാഭാവികം. ആ സ്റ്റാച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ പോന്നാൽ വലിയൊരു മരം കാണാം. ഈ മരത്തിൻ്റെ നേരെ സൈഡിലായിട്ടാണ് അമ്പലം വരുന്നത്. കുറേ കിളികൾ, കുരങ്ങന്മാർ, പല ജാതി കാണാത്ത ജന്തുക്കൾ ഒക്കെ ഇവിടെ ഉണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ഈ വഴി കൂടെയാണ് വരിക. ഇങ്ങനെ വന്നാൽ വലിയ മരങ്ങളുണ്ട്. ഇത് കഴിഞ്ഞാൽ അവിടുത്തെ അമ്പലം. ഇവിടെ ഓൾറെഡി പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മല കയറി അപ്പ് ഹില്ല് കഴിഞ്ഞു. ഇതാ ഡൗൺ ഹില്ലാണ്. ഇത് നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞ ആ റൂട്ടാണ് നമ്മൾ ഇറങ്ങാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തായാലും മേലെ കയറി താഴത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കണം. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ആംഗിളിൽ നിന്ന് ഓരോ കാഴ്ചകളാണ്. അതെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് നാടിൻ്റെ നല്ല കാഴ്ച കാണുന്നത്. പന്ത്രണ്ട് 9/2012 ഇതിൻ്റെ ഈ സ്റ്റെപ്പുകളെ നിർമ്മാണം കഴിഞ്ഞ ഡേറ്റാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു വഴിയുണ്ട്. നമ്മളെപ്പോൾ വരുമ്പോഴും ശ്രദ്ധിക്കലാണ്. കണ്ടിട്ടൊരു ഓഫ് റോഡ് ട്രാക്കാണ്. ഇങ്ങനെ മേലെ പോയിട്ട് ഇങ്ങനെ അമ്പലത്തിക്കുള്ളതാണെന്ന് തോന്നണം. പക്ഷെ അങ്ങനെയെന്നുണ്ടെങ്കിൽ ശരിക്കും വണ്ടികളോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആക്സസ് ചെയ്യാം ആളുകൾക്ക്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ആളുകൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്.
ചിലപ്പോൾ അമ്പലത്തേക്ക് ഒരു വരുമാനമാവും. ഞാൻ പറഞ്ഞ മാതിരി വണ്ടി ട്രാക്ക് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രായമുള്ള ആളുകൾക്കൊക്കെ വരാനും കയറാനും എളുപ്പമാവും. 2010 ഉണ്ട്. ഇവിടെ ഏകദേശം ഇവിടുന്ന് ഒരു 8 പടി. ഇതവിടെ 2009. പണിക്കാർ കുറച്ച് സ്ലോ ആണ് തോന്നണല്ലേ കാശിമേ? അതെ. എന്തുണ്ടായി പറയാം? പണിക്കാർ സ്പീഡില്ല. 8 പടി ഉണ്ടാക്കാനാണ് ഒരു കൊല്ലം. ഇതിന്റെ സൈഡിലായിട്ട് മറ്റേ ദുൽഖർ ചാർലി പറഞ്ഞ മാതിരില്ലേ, ഫുൾ മിനറൽസ് ആണ്. ഒരാണ് അതും കുന്നിന്റെ മേലെ സ്വാമിമാര് വരുന്നുണ്ട്. ഇവിടെ 2008 ഡേറ്റ് ഉണ്ട്. സ്റ്റെപ്പുകൾ ഒരുപാടുണ്ട്. കാശ്മീർ കുട്ടികളൊക്കെ വളർന്നു തുടങ്ങിയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? ഇതാവുമ്പോ തീർത്ഥാടനവും രണ്ടുണ്ട് കാര്യം. കാക്കയുടെ കടിയും മാറും പശുവിന്റെ, അങ്ങനല്ല, കാക്കയുടെ വിഷമം മാറും പശുവിന്റെ കടിയും മാറും, രണ്ടുണ്ട് കാര്യം. പക്ഷെ നമ്മൾ ലാസ്റ്റ് വന്നപ്പോഴൊന്നേ പിന്നെ കുട്ടികൾ ഇത്ര വളർന്നിട്ടില്ലല്ലോ, അതാവും. ഒരു ഏരിയയിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒക്കെ വെട്ടിക്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ രണ്ടാമത് കഴിഞ്ഞ മഴക്ക് വന്നതാണ് തോന്നുന്നു, പച്ചപ്പ്. എന്നിട്ട് ഈ വഴിയിൽ ഇപ്പോൾ ഈ കാണുന്ന മോഡൽ 2 സൈഡിൽ നിന്നും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കും മരങ്ങൾ ചാഞ്ഞിട്ട് അറാമാരി നിന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കൂടി തള്ളത്തിൽ കൂടി ഇരുന്നു ആദ്യം ഞാൻ വന്നപ്പോൾ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ഇത് മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ അട്ട വെയില. കാലിൻ്റെ സർജറി കഴിഞ്ഞവരെ ഇന്നമാതിരി സ്ട്രെങ്ത് ആയിക്കണമെന്ന് അറിയാൻ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. എന്തായാലും ഇതോടെ നമ്മളെ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സ്പോട്ടായിട്ട് വീണ്ടും കാണാം. ബൈ. ബായ് പറയാനായിട്ടില്ല. ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്നല്ലെങ്കിൽ വണ്ടി ഇവിടെ കൊണ്ടുപോയിടണം, അല്ലെങ്കിൽ ഇതേപോലെ വണ്ടിയുടെ അടുത്തേക്ക് അങ്ങോട്ട് നമ്മൾ ആദ്യം ഇട്ടടുത്തേക്ക് നടക്കേണ്ടി വരും.